കൊച്ചിയിലെ അനാശാസ്യ കേന്ദ്രങ്ങളുടെ നടത്തിപ്പിൽ പോലീസിനും പങ്കുണ്ടെന്ന് കണ്ടെത്തിയത് ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. ലക്ഷങ്ങളുടെ ഇടപാടുകളാണ് അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരുമായി പോലീസിനുണ്ടായിരുന്നത്. സംശയകരമായ ബന്ധങ്ങളുള്ള പോലീസുകാരെ എല്ലാം നിരീക്ഷിക്കാനാണ് വകുപ്പ് തല നിർദ്ദേശം. ഒക്ടോബർ 21-നാണ് എറണാകുളം കർഷക റോഡിലെ ലോഡ്ജിൽ കടവന്ത്ര പോലീസിന്റെ റെയ്ഡ് നടന്നത്. ലോഡ്ജിൽ അനാശാസ്യ കേന്ദ്രം നടത്തിയിരുന്ന കൊല്ലം സ്വദേശി രശ്മി, ഇവരുടെ സഹായി വിമൽ, ലോഡ്ജ് ഉടമ എന്നിവരെ അന്ന് പോലീസ് പിടികൂടി. നഗരത്തിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഈസ്റ്റ് ഗേറ്റിനോട് ചേർന്നുള്ള ഡ്രീം റെസിഡൻസി എന്ന ഹോട്ടലിലാണ് പോലീസ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. ഈ ഹോട്ടലിൽ കൊല്ലം സ്വദേശി രശ്മി എന്ന് പറയുന്ന സ്ത്രീയും ഒപ്പം തന്നെ ആലപ്പുഴ സ്വദേശി വിമൽ എന്ന് പറയുന്ന യുവാവുമാണ് ഇതിന്റെ നടത്തിപ്പുകാർ. ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് ഇവർ പെൺവാണിഭം നടത്തിയിരുന്നത്. കഴിഞ്ഞ ഒരു മാസമായി ഈ ഹോട്ടലിൽ, ഈ ഡ്രീം റെസിഡൻസി ഹോട്ടലിൽ ഇരുവരും താമസിക്കുകയായിരുന്നു. ഇവിടെ ഇടപാടുകാർ വന്നു പോകുന്നുണ്ടായിരുന്നുവെന്ന് ഈ ഹോട്ടൽ ഉടമയെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് മനസ്സിലായി. പ്രതികളുടെ അക്കൗണ്ട് വിവരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൊച്ചി സിറ്റിയിലെ 2 പോലീസുകാരുടെ പങ്ക് തെളിഞ്ഞത്. പിന്നാലെ കൊച്ചി സിറ്റി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO രമേശ്, പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ SI ബ്രിജേഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ലക്ഷങ്ങളുടെ ഇടപാടുകളാണ് പ്രതികളുമായി ഈ 2 പോലീസുകാരും നടത്തിയത്. എന്തെങ്കിലും പോലീസുകാരുടെ പങ്ക് മറ്റു ബന്ധമുണ്ട് എന്ന എന്തെങ്കിലും വിവരങ്ങളോ മറ്റോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അന്വേഷിക്കും, ആവശ്യമുള്ള നടപടിയെടുക്കും. അനാശാസ്യ കേന്ദ്രം നടത്തിപ്പുകാരന്റെ അക്കൗണ്ടിലേക്ക് CPO രമേശൻ നൽകിയത് 5 ലക്ഷം രൂപ. ലോഡ്ജ് മുറി എടുക്കാനും നടത്തിപ്പിനുമെല്ലാം സഹായം ചെയ്തത് പോലീസുകാർ. കൊച്ചിയിലെ പല സ്പാകളുടെയും നടത്തിപ്പിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും പങ്കുള്ളതായി ഉന്നത ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. കൊച്ചി സിറ്റിയിലെ പോലീസുകാരുടെ വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നു. നഗരത്തിലെ സ്പാകൾ കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധനകൾ നടത്താനാണ് പോലീസ് തീരുമാനം. കൊച്ചി കലാഭവൻ റോഡിലെ സ്പായിൽ അനാശാസ്യം നടത്തിയതിന് 12-അംഗ സംഘത്തെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. 8 സ്ത്രീകളും 4 പുരുഷന്മാരുമടങ്ങിയ സംഘത്തെ എറണാകുളം സെൻട്രൽ പോലീസാണ് പിടികൂടിയത്. റിപ്പോർട്ടർ, കൊച്ചി.